പുതിയ ജീവിത വീക്ഷണം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയൊക്കെയാണ് റെയ്ക്കി കാഴ്ചപ്പാടിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. റെയ്ക്കിയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രോബ്ലംസേ ഇല്ല. റെയ്ക്കിയുടെ കാഴ്ചപ്പാടിൽ സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു റെയ്ക്കി മാസ്റ്റർ പ്രോബ്ലം എന്നുള്ള വാക്ക് തന്നെ പറയാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷേ ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നോർമൽ ലൈഫിൽ ഈ പ്രോബ്ലം എന്നുള്ള വാക്ക് റെയ്ക്കി പഠിച്ച ആരും ഉപയോഗിക്കില്ല. ലൈഫിൽ പ്രോബ്ലംസ് ഇല്ല, സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സിറ്റുവേഷൻസിനെ നമ്മളായി ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും പ്രോബ്ലം ആക്കാതിരുന്നാൽ മതി. അതിന് പറയുന്നത് എന്താ വെച്ചാൽ ജീവിതത്തെ ഒരു നീണ്ട യാത്രയായിട്ട് കാണുക. ലൈഫ് ഒരു ദീർഘ യാത്ര ആണെന്ന് സങ്കല്പിക്കുക. നമ്മളൊരു യാത്രയ്ക്ക് തന്നെ പോവുക. അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഹൈവേ ആയിരിക്കും, നല്ല വാഹനമായിരിക്കും, സുഖകരമായിട്ട് കുറേ അങ്ങോട്ട് പോകും. കുറേ കഴിയുമ്പോൾ റോഡ് ചിലപ്പോൾ മോശമായിട്ടുള്ള റോഡ് വരും. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ചില സ്ഥലത്തെത്തുമ്പോൾ ഹമ്പ് ഉണ്ടാവും. ചിലപ്പോൾ ചെക്കിംഗ് പോയിന്റുകൾ വരാം, അവിടെ നിർത്തി നമ്മളെ ബുക്കും പേപ്പറെല്ലാം കാണിക്കേണ്ടി വരും. ചിലപ്പോൾ ചെക്ക് പോസ്റ്റുകൾ, അങ്ങനെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവാം, ഒരു ടയർ പഞ്ചറാവാം. ഇതൊക്കെ ഓരോ സിറ്റുവേഷൻസാണ്, ഒരു യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസാണ്. അപ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളവിടെ നിർത്തുന്നു, കാണിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നു, ടയർ പഞ്ചറായാൽ മാറ്റി അടുത്ത ടയർ ഇട്ടു, വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഈ ഓരോ സിറ്റുവേഷനെയും നമ്മളൊരു പ്രോബ്ലമായി കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ യാത്രയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസും ഒരിക്കലും പെർമനൻ്റ് അല്ല എന്ന് ഓർക്കുക. ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് കാലത്തേക്ക് മാത്രമേ ഈ ഏത് സിറ്റുവേഷൻസ് നിലനിൽക്കൂ, പിന്നെ സിറ്റുവേഷൻസ് മാറും. അപ്പോൾ പക്ഷേ നമ്മളായിട്ട് അതിനെ പ്രോബ്ലമായി ചിന്തിച്ച് അതിനെ പ്രോബ്ലമാറ്റിക് ആക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് റെയ്ക്കിയുടെ കാഴ്ചപ്പാട്. അതേപോലെ ഈ റെയ്ക്കിയിൽ ഈ വേർഡ് പവർ ഉണ്ട്. റെയ്ക്കി പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളുടെ പവറിനെ കുറിച്ച് നല്ലപോലെ അവെയർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യണം, കാരണം മുമ്പൊരിക്കലും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ അതേ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സ്വയം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ചെറുനാരങ്ങ ഉണ്ട്, ഒന്ന് സങ്കല്പിക്കുക. ചെറുനാരങ്ങ അല്ലെങ്കിൽ പുളിമാങ്ങ ഉണ്ട്, പുളിമാങ്ങയും ചെറുനാരങ്ങയും കുറച്ച് പുളിയും ഇവിടെ ഉണ്ടെന്ന് വയ്ക്കും. ഇതിനെ നമ്മളെടുത്ത് ഉപ്പെല്ലാം കൂട്ടി ശകലം ഉപ്പൊക്കെ പൊടിയൊക്കെ ഇട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപ്പിടുന്നു, അതിനകത്ത് പുളിയെടുക്കുന്നു, അല്ലെങ്കിൽ പുളിയിൽ ഉപ്പിട്ട ശേഷം തിന്നുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കും, ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുമ്പോഴത്തേക്ക് തന്നെ വായിന്ന് വെള്ളം വന്ന് കാണും. കാരണം ഒരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു വാക്കിനൊക്കെ അത്രമാത്രം ശക്തിയുണ്ട്. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഉണ്ടാക്കുന്ന ചിന്ത, ആ ചിന്ത ഉണ്ടാക്കുന്ന ഇമോഷൻസ്, അത് നമ്മളെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ പ്രവർത്തിപ്പിച്ചിട്ട് ശരീരത്തിനകത്ത് കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സ്രവങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി ഒരു വാക്കിന് പോലും ഉണ്ട്. ഇതാണ് വേർഡ് പവർ എന്ന് പറയുന്നത്, വാക്കിൻ്റെ ശക്തി. അതുകൊണ്ട് നമ്മൾ പരമാവധി റെയ്ക്കിയിലെ ഒരു ചിന്താ പദ്ധതി എന്താണെന്ന് വെച്ചാൽ പരമാവധി കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക സംസാരത്തിനിടയിൽ. ഇപ്പോൾ നമുക്ക് പറ്റാത്ത ആൾക്കാർ കയറി വരുന്നു, അല്ലെങ്കിൽ കടയിലേക്ക് കയറി വന്നാൽ ചില ആൾക്കാർ പറയും ഓ ശല്യമായി, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഒരാൾ വരുന്നതിൻ്റെ തലവേദന, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നാശം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയും. ഈ നേരത്തെ പറഞ്ഞ മാതിരി ചെറുനാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ നാവിനകത്ത് ഉമിനീര് ഉണ്ടായതുപോലെ നമ്മൾ ഈ നെഗറ്റീവ് സെൻസിൽ ഇപ്പോൾ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് തലവേദനയായി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മളെ ജീവിതത്തിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് വേർഡിന് അപാരമായിട്ടുള്ള പവറുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും വേർഡ് പവർ അതിനെ മനസ്സിലാക്കിയിട്ട് കഴിയുന്ന നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. ചീത്ത നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് റെയ്ക്കിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. ഇനി റെയ്ക്കി പഠിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ നിത്യജീവിതത്തിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഞാൻ പ്രോബ്ലം എന്ന് പറയുകയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വയ്ക്കുക. നിത്യജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടം, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ സാധാരണഗതിയിൽ നമ്മളുടെ മുന്നിൽ ഒന്നോ രണ്ടോ മാർഗ്ഗങ്ങൾ ഉണ്ടാവും അത് ശരിയാക്കി എടുക്കാൻ. ഈ ഒന്നോ രണ്ടോ മാർഗ്ഗങ്ങളിൽ നിന്ന് ക്ഷമിക്കും, അഥവാ പരാജയപ്പെട്ടാൽ നമ്മൾ ആ സിറ്റുവേഷനിൽ പരാജയപ്പെട്ടായിട്ട് കരുതും. എന്നാൽ റെയ്ക്കി അല്ലെങ്കിൽ ധ്യാനമാർഗം അല്ലെങ്കിൽ യോഗാമാർഗം, അല്ല റെയ്ക്കിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്.
റേക്കി പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് ധ്യാനമാർഗത്തിലൂടെ പ്രപഞ്ചശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ ഉണ്ടായിട്ടുള്ള ഈ പ്രോബ്ലത്തിന് നേരത്തെ പറഞ്ഞ മാതിരി 1-2 മാർഗ്ഗമല്ല കിട്ടുക, അത് സോൾവ് ചെയ്യാൻ അനന്തമായിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേയ്സ് നമുക്ക് തുറന്നു കിട്ടും. നമുക്കറിയില്ല ഏത് ആംഗിളിൽ നിന്നാണ് ഹെൽപ്പ് കിട്ടുക, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തതെന്ന് തന്നെ ചിലപ്പോൾ അറിയില്ല. അതാണ് മിറാക്കിൾ ആവുന്നത്.